ഈ നഗരസഭയിൽ 211 കോടിയുടെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് അതിലൊരു ക്ലറിക്കൽ മിസ്റ്റേക്കാണെന്ന് നഗരസഭ സെക്രട്ടറി തന്നെ വിശദീകരണം വരികയാണ്. അതെ, അതിനൊക്കെ മുമ്പ് കേരള നിയമസഭയിൽ സെബാസ്റ്റ്യൻ കുളത്തെങ്കിൽ ഒരു ഉപക്ഷേപം അദ്ദേഹം ഉന്നയിച്ചിരുന്നു. കോട്ടയം നഗരസഭയിൽ കണ്ടെത്തിയ ക്രമക്കേടും അഴിമതികളെ സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടത്തി കുറ്റക്കാരെ ശിക്ഷിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. സാധാരണ ഈ സബ്മിഷൻസ് എന്ന് പറയുന്ന അവനവൻ്റെ നിയോജകമണ്ഡലത്തിൽ അവനവൻ്റെ കാര്യങ്ങൾ, ആ നിയോജകമണ്ഡലത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയാണ് വിനിയോഗിക്കുന്നത്. അതൊരിക്കലും കുറ്റാരോപണത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ അഴിമതി ആക്ഷേപത്തിന് വേണ്ടിയോ പറയാറില്ല. അതാണ് ഇന്ന് വരെ കേരള നിയമസഭയുടെ ചരിത്രം. അപ്പോൾ ഒരു നിയമസഭയിൽ ഈ സബ്മിഷൻ കൊടുക്കുന്നതിന് വേണ്ടി ഒരു അംഗം പറഞ്ഞാൽ നിയമസഭ സ്പീക്കറാണ് അത് അനുവദിക്കുന്നത്. നിയമലംഘനം നടത്തിയ സ്പീക്കർ എങ്ങനെ ഇത് അനുവദിച്ചു എന്നുള്ളതൊരു പ്രശ്നമായി നിൽക്കുകയാണ്. സ്പീക്കറുടെ ഓഫീസ് സ്പീക്കർ നേരിട്ടത് ചെയ്യില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ആ ഓഫീസിൽ എന്തെങ്കിലും തകരാറ് പറ്റിയോ എന്നുള്ളതിനെക്കുറിച്ച് അവർ പരിശോധിക്കേണ്ടതാണ്. രണ്ടാമത്തെ, അതിനേക്കാൾ പ്രബലമായിട്ടുള്ളത് മന്ത്രി അതിന് പറഞ്ഞ മറുപടിയാണ്. ഇതെല്ലാം ഒത്തുകളിയാണ് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത് രണ്ടും പറഞ്ഞത്. മന്ത്രി അതിന് പറഞ്ഞ മറുപടി, കോട്ടയം നഗരസഭയിൽ സാങ്കേതിക വിദഗ്ധർ ഉൾക്കൊള്ളുന്ന ഉന്നതതല സംഘം പരിശോധന നടത്തിയിൽ ഗുരുതരമായ ക്രമക്കേടുകളും അഴിമതിയും നടന്നതായി ബോധ്യപ്പെടുകയും വിശദമായ മറുപടികളും രേഖകളും ലഭ്യമാക്കാൻ കോട്ടയം നഗരസഭാ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ക്രമക്കേട് ആയതിനാലും ഒട്ടേറെ ജീവനക്കാരും ഉൾപ്പെട്ട വിഷയമായതിനാലും ക്രമക്കേടിൻ്റെ ആഴവും വ്യാപ്തിയും കണ്ടെത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന പോലീസ് വിജിലൻസ് വിഭാഗത്തോട് ആവശ്യപ്പെടുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടിയിലെ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത്, ഇവിടുത്തെ ഉദ്യോഗസ്ഥരോട് ചോദിക്കുന്ന ഉദ്യോഗസ്ഥൻ ചോദിച്ചിട്ട് പറഞ്ഞ മറുപടി എൻ്റെ കയ്യിലുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് എന്താ, 18/10/2023 ക്യാഷ് കൗണ്ടറിൽ കളക്ഷൻ തുക സംഖ്യ സോഫ്റ്റ്വെയറിലേക്ക് കോൺട്രാ ചെയ്ത അവസരത്തിൽ പിശക് സംഭവിച്ചു. 172.46 എന്ന തുക ഉൾപ്പെടുത്തുകയും 172,46,3229 എന്ന തുക രേഖപ്പെടുത്തുകയുണ്ടായി. മേൽപ്പടി തുക പിശക് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അന്നേ ദിവസം തന്നെ റിവേഴ്സ് കോൺട്രാ എൻട്രി ചെയ്ത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ റിവേഴ്സ് കോൺട്രാ എൻട്രി റിപ്പോർട്ട് ചെയ്തപ്പോൾ 172,46,3222 എന്ന് ചേർക്കുന്നതിന് പകരം 172,46,3239 എന്ന് ചേർത്ത് പോയതിനാൽ 10 രൂപയുടെ വ്യത്യാസം അധികമായി വന്നിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവർ പറയുന്ന 10 രൂപയുടെ വ്യത്യാസമാണ്. ദീർഘകാലമായി ഉണ്ടായ അന്വേഷണത്തിൽ നിന്ന് അവർക്ക് കണ്ടെത്തി എന്ന് പറയുന്ന 10 രൂപയുടെ വ്യത്യാസമാണ്. ഈ 10 രൂപയുടെ വ്യത്യാസവും കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അവിടെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നഗരസഭാ സെക്രട്ടറി തന്നിട്ടുള്ള ഒരു മറുപടി. അതാണ് അദ്ദേഹം നഗരസഭയിൽ പറഞ്ഞത്. അതാണ് നമ്മളുടെ പബ്ലിക് ഡൊമൈനിൽ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇങ്ങനെയിരിക്കെ ഇതൊക്കെ കൃത്യമായി അറിഞ്ഞിട്ടും നമ്മളുടെ വകുപ്പ് മന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് എൻ്റെ കേസ്. നിയമസഭയെ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കരുതല്ലോ. ഒരു MLAക്ക് അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലം വിട്ടൊരു കാര്യം, ഇതുപോലൊരു കാര്യം ഉന്നയിക്കേണ്ട ആവശ്യമില്ല. ഇനി ഉന്നയിച്ചാൽ തന്നെ സത്യസ്ഥിതി ബോധ്യപ്പെട്ട് അത് ജനങ്ങളെ അറിയിക്കുന്നതിനുള്ള ഒരു വേദിയായി നിയമസഭയെ വിനിയോഗിക്കണം മന്ത്രി. അതിന് പകരം അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം നേരത്തെ എഴുതി കൂട്ടിക്കൊണ്ട് വന്ന ഒരു കണക്ക് പ്രസിദ്ധീകരിച്ചു. ആ കണക്ക് ഇവർ കൊടുത്ത റിപ്പോർട്ടിന് നേരെ വിരുദ്ധമാണ്. അതുകൊണ്ട് അദ്ദേഹം നിയമസഭയുടെ പ്രിവിലേജ് അവിടെ ലംഘിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരായിട്ട് ഒരു പ്രിവിലേജ് മോഷൻ കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സാർ, ഇത് പക്ഷേ 10ാം മാസത്തിലാണ് ഈ കോൺട്രാ എൻട്രി നടത്തിയിരിക്കുന്നത്, 172 കോടി എന്ന് പറയുന്നത്. പക്ഷേ ഇത് കണ്ടെത്തിയിരിക്കുന്നത് 9ാം മാസത്തിലാണ്. 9ാം മാസത്തിലാണ് 211 കോടി കാണാനിരുന്ന ഇന്റർണൽ വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പം അത് കഴിഞ്ഞുള്ള കാര്യത്തിൻ്റെ വിശദീകരണമല്ലേ ഇപ്പം വന്നിരിക്കുന്നത്? അതല്ലേ ഞാൻ പറയുക, ഇപ്പോൾ തലേ മാസത്തെ കൂടെ കൂടണമെന്നാണ് ഈ പറയുന്നത്. എല്ലാം ഒരേ കണക്ക് ബുക്കിനകത്തുനിന്നല്ലേ പറയുന്നത്. ഈ 172 കോടി 46,03,329 39 തമ്മിലുള്ള വ്യത്യാസമാണ്, 10 രൂപയുടെ വ്യത്യാസമാണ്. ആ 10 രൂപയുടെ വ്യത്യാസത്തിൽ നിയമസഭ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ പറയാമോ? അതിന് അദ്ദേഹം പറഞ്ഞ എന്താ,
സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെടുന്ന ഉന്നതതല സംഘം നടത്തിയ പരിശോധനയിൽ ഗുരുതരമായ ക്രമക്കേട് കണ്ടെത്തി എന്ന് പറയാം. എന്താ ഗുരുതരം? എന്താ ഇതിൻ്റെ ഗുരുതരം എന്താ? അതുകൊണ്ട് അദ്ദേഹത്തിന് അഴിമതിയാണെന്ന് ബോധ്യപ്പെട്ടു. ഞാൻ ചോദിക്കുക, കേരള നിയമസഭയെ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുമോ? ഒരു വകുപ്പ് മന്ത്രി ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴുദ്യോഗസ്ഥന്മാർ എന്താ അവരുടെ അഭിപ്രായം എന്ന് ചോദിക്കണ്ടേ? അതല്ലാതെ കയ്യിൽ നിന്ന് വെച്ച ഒരു തുണ്ട് കടലാസ് വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു സ്ഥലമല്ലല്ലോ നിയമസഭ. നിയമസഭ ഉത്തരവാദിത്തത്തോടു കൂടി മാത്രമേ അവിടെ ഉള്ള ചർച്ചകൾ പങ്കെടുക്കാവൂ, അതിന് മറുപടി പറയാവൂ. പ്രത്യേകിച്ച് മന്ത്രിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും ക്യാബിനറ്റിൻ്റെ ഒരു ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തത്തിന് ഒഴിഞ്ഞു മാറി എന്നുള്ളതാണ്, നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളതാണ് എൻ്റെ പ്രിവിലേജ് മോഷൻ്റെ ഏറ്റവും വലിയ ആവശ്യം.